1,00,000 യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പ്രത്യേക തൊഴിൽദാന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നിലച്ചതായി ഗുണഭോക്താക്കൾ. കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഗുണഭോക്താക്കൾ. 1,00,000 യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഗുണഭോക്താക്കൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കേരള യുവജന കർഷക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക മേഖലയിൽ 1,00,000 തൊഴിൽദാന പദ്ധതി എന്നാണ്. അത് യുവാക്കൾക്ക് 1,00,000 തൊഴിൽദാന പദ്ധതി എന്നാണ്. യുവാക്കളെ കൂടി കാർഷിക മേഖലയിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഫലവത്തായി അവരുടെ കൃഷിയിടങ്ങളിൽ കൂടി ജീവിതം നയിക്കുന്നതിനും ഉൽപ്പന്നങ്ങളും സുലഭമായിട്ട് ലഭിക്കുന്നതിനും ഉതകുന്ന രീതിയിലായിരുന്നു ആ പദ്ധതി ആവിഷ്കരിച്ചത്. സർവോപരി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കൂടി മാത്രമായിരുന്നു. എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 1,04,212 പേര് കേരളത്തില് ജന്മം കൊടുത്തു. ഒരു കൃഷിഭവനിൽ നിന്ന് 120 പേരെ വെച്ച് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് 1,100 രൂപയും സർക്കാരിൻ്റെ 1,100 രൂപയും അങ്ങനെ 2,200 രൂപ കളക്ട് ചെയ്ത 1,04,212 പേരിൽ നിന്ന് 1,14,00,000 ശിഷ്ടം രൂപ അന്ന് സമാഹരിച്ചു. പദ്ധതിയിൽ വിഭാവനം ചെയ്ത 1,000 രൂപ പ്രതിമാസ പെൻഷൻ 6,000 രൂപയായി ഉയർത്തുക, ഗ്രാറ്റുവിറ്റി 50,000 മുതൽ 1,00,000 രൂപയായി ഉയർത്തുക, മരണശേഷം അവകാശിക്ക് 1,00,000 എന്നത് കാലോചിതമായി പരിഷ്കരിക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുക, മേൽപ്പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് സമഗ്രമായി പഠനം നടത്തി കാലോചിതമായി പരിഷ്കാരങ്ങൾ വരുത്തി അംഗങ്ങൾ ആയവർക്ക് ആവശ്യമായ പരിശീലന പദ്ധതികൾ ഉൾപ്പെടുത്തുകയും ബഡ്ജറ്റ് വിഹിതമായി കാർഷിക മേഖലയ്ക്ക് വകയിരുത്തുന്ന തുകയിൽ 10% അടങ്കൽ തുക എന്നത് 20% ഉയർത്തുക, മേൽപദ്ധതിയുടെ ഗുണഭോക്താക്കളെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ 6 മാസത്തിലൊരിക്കൽ വിളിച്ചു ചേർക്കണമെന്നാണ് പദ്ധതിയുടെ പ്രഖ്യാപിക ലക്ഷ്യം പ്രാവർത്തികമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള യുവജന കർഷക സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരത്തിന് ഒരുങ്ങുന്നതെന്ന് കേരള യുവജന കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് KJ ജോഷി, ജനറൽ സെക്രട്ടറി PM തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് ജോണി കുടിയാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ACV ന്യൂസ്, മൂവാറ്റുപുഴ.